Welcome to MNC YouTube channel. എല്ലാവർക്കും MNC YouTube ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ റെസൊണൻസ് എഫക്റ്റിനെ പറ്റിയാണ് പറയുന്നത് അല്ലെ. അപ്പൊ റെസൊണൻസ് എഫക്ട് നമ്മളിപ്പോ ഇൻഡക്റ്റീവ് എഫക്റ്റിനെ നമ്മൾ പ്ലസ് ഐ എഫക്റ്റും എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇൻഡക്റ്റീവ് എഫക്റ്റും നെഗറ്റീവ് ഇൻഡക്റ്റീവ് എഫക്ട് എന്ന് പറഞ്ഞ് ക്ലാസ് ചെയ്തു അല്ലെ. അപ്പൊ അതേപോലെ തന്നെ റെസൊണൻസ് എഫക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോസിറ്റീവ് റെസൊണൻസ് എഫക്ട് ആൻഡ് നെഗറ്റീവ് റെസൊണൻസ് എഫക്ട് ആയിട്ട് രണ്ടായിട്ട് ക്ലാസ് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ ചെയ്ത അതേ രീതിക്ക് തന്നെയാണ് നമ്മൾ അവിടെ പറഞ്ഞപ്പോ എന്താ റെസൊണൻസ് എഫക്റ്റിനകത്ത് ഇലക്ട്രോൺസ് ഓടി നടക്കുക. അപ്പൊ ഓടി നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇലക്ട്രോൺസിന്റെ ആ റണ്ണിങ് തുടങ്ങേണ്ട ഒരു സ്ഥലമുണ്ട്. For example, ഞാനൊരു ബെൻസീൻ റിംഗ് എടുത്തു. ഒരു ബെൻസീൻ റിംഗ് എടുത്ത് ഇങ്ങനെ കുറെ ബോണ്ടുകൾ ബെൻസീൻ റിംഗിനകത്ത് ഓൾട്ടർനേറ്റ് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ഇവിടെ ഒരു ഗ്രൂപ്പ് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ ഗ്രൂപ്പിൽ നിന്ന് രണ്ട് പോസിബിലിറ്റിയാ. ഒന്നെങ്കിൽ ഈ ഗ്രൂപ്പിൽ നിന്ന് ഈ റിംഗിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രോണിനെ കൊടുക്കാൻ പറ്റും. ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പിന്റെ ലോൺ പെയറോ അല്ലെങ്കിൽ ഒന്നെങ്കിൽ എന്താണ് ലോൺ പെയറോ അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജോ ഉണ്ടെങ്കിൽ എക്സസ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഇവര് ഈ ഗ്രൂപ്പിന് എന്ത് ചെയ്യാൻ പറ്റും? ബെൻസീൻ റിംഗിലേക്ക് ഇലക്ട്രോൺ ക്ലൗഡിനെ കൊടുക്കാൻ പറ്റും. പിന്നെ ആ ക്ലൗഡ് ഇതിനകത്തൂടെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ നടക്കും, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? പോസിറ്റീവ് റെസൊണൻസ് എഫക്ട് അല്ലെങ്കിൽ ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ്സ്. എന്താണ് ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ്? ഈ ഇലക്ട്രോൺ ക്ലൗഡ് അല്ലെങ്കിൽ ഇലക്ട്രോണിനെ കൊടുക്കുന്ന ഗ്രൂപ്പാണ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ്. അപ്പൊ നമ്മുടെ ബേസിക് റിംഗോ അല്ലെങ്കിൽ നമ്മുടെ കോമ്പൗണ്ടിനകത്തേക്ക് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിൽ നിന്ന് ഇലക്ട്രോൺ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്നു. അങ്ങനെ ഇലക്ട്രോൺ റിലീസ് ചെയ്തെങ്കിൽ ആ എഫക്റ്റ് ആണ് പോസിറ്റീവ് റെസൊണൻസ് എഫക്ട്. അങ്ങനെയുള്ള ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അല്ലെങ്കിൽ നെഗറ്റീവ് റെസൊണൻസ് അവിടെ കാണപ്പെടുന്ന എന്താണ്? നെഗറ്റീവ് റെസൊണൻസ് എഫക്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇലക്ട്രോണിനെ എന്ത് ചെയ്യണം? ഈ ബെൻസീൻ റിംഗിൽ നിന്ന് അവൻ അങ്ങോട്ട് വലിച്ചെടുക്കണം. നമ്മുടെ ഈ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് ഇലക്ട്രോണിനെ ഇങ്ങോട്ട് വലിച്ചെടുക്കുന്നു. ബെൻസീൻ റിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമ്പൗണ്ടിൽ നിന്ന് ആ ഗ്രൂപ്പിലേക്ക് ഇലക്ട്രോണിനെ വലിച്ചെടുത്തെങ്കിൽ അതെന്താണ്? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. അവിടെ കാണുന്ന റെസൊണൻസ് എഫക്റ്റ് ആണ് നെഗറ്റീവ് റെസൊണൻസ് എഫക്ട് അല്ലെങ്കിൽ മൈനസ് ആർ എഫക്ട് എന്ന് പറയുന്നത്. അപ്പൊ പോസിറ്റീവ് റെസൊണൻസ് എഫക്ട് അല്ലെങ്കിൽ ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ്സിന്റെ എക്സാമ്പിൾ ആണ് OH, OR, NH2, X എന്ന് പറയുന്ന ഹാലജൻസ്. ഹാലജൻസ് പറഞ്ഞാൽ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഈ ഡോട്ട് ആയിട്ട് കാണിച്ചിരിക്കുന്നത് എന്താണ്? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പൊ ഒരു ഗ്രൂപ്പ് നമ്മുടെ കോമ്പൗണ്ടിലേക്ക് ഇലക്ട്രോണിനെ റിലീസ് ചെയ്യണം അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? സ്വാഭാവികമായിട്ട് അവന്റെ ഡൊണേറ്റ് ചെയ്യാൻ ഇലക്ട്രോൺ കാണണം. അതുകൊണ്ടാണ് ഇവരുടെ എല്ലാവരുടെയും കയ്യിൽ എന്തുണ്ട്? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ആ ലോൺ പെയറിനെയാണ് കൊടുക്കുന്നത്. ഇവരല്ലാണ്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആൾ ഒരു നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് അവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനും എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇലക്ട്രോൺ റിലീസിംഗ് നേച്ചർ കാണിക്കാൻ പറ്റും. അതേപോലെ ഇവിടെ വന്നു കഴിയുമ്പോൾ എന്തായിരിക്കണം? ഇലക്ട്രോണിനെ വലിച്ചെടുക്കുന്ന ആൾക്കാർ അല്ലെ. ഇപ്പൊ ഇലക്ട്രോണിനെ വലിച്ചെടുക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവർക്ക് ഇലക്ട്രോണിനെ വലിക്കാനുള്ള കഴിവ് കാരണം. അപ്പൊ ഈ ഗ്രൂപ്പ് എല്ലാം എന്താണ്? ഇലക്ട്രോണിനെ വലിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ ഗ്രൂപ്പ് അല്ലാണ്ട് മുകളിൽ വരുന്ന ആ ഒരു ഗ്രൂപ്പിന്റെ കൂടെ ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇവനും എന്ത് കാണിക്കും? ഇലക്ട്രോൺ വിഡ്രോയിങ് നേച്ചർ കാണിക്കും. നമ്മളിപ്പോൾ റെസൊണൻസിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നു. റെസൊണൻസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അതിന്റെ ജസ്റ്റ് എക്സാമ്പിൾസ് നോക്കി. പിന്നീട് നമ്മൾ പറഞ്ഞ കാര്യമാണ് റെസൊണൻസിനെ നമുക്ക് രണ്ടായിട്ട് അല്ലെങ്കിൽ റെസൊണൻസിനെ രണ്ടായിട്ട് ക്ലാസ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ കൊടുക്കുന്ന ആൾക്കാരും ഇലക്ട്രോണിനെ വാങ്ങുന്ന ആൾക്കാരെ നമ്മൾ എന്താണ് പ്ലസ് ആർ ഇഫക്റ്റും മൈനസ് ആർ ഇഫക്റ്റും അല്ലെങ്കിൽ ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ്സും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സും വരുമ്പോൾ ഉള്ള കേസുകൾ നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ അതിന്റെ എക്സാമ്പിൾസും പഠിച്ചു. ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു. അപ്പൊ ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പുകൾ വന്നു കഴിയുമ്പോൾ അവനെ ആ കാണിക്കുന്ന റെസൊണൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോസിറ്റീവ് റെസൊണൻസ് എഫക്ട് അല്ലെങ്കിൽ പ്ലസ് ആർ എഫക്ട്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ വന്നു കഴിയുമ്പോൾ അതെന്തായാലും മാറി നെഗറ്റീവ് റെസൊണൻസ് എഫക്ട് അല്ലെങ്കിൽ മൈനസ് ആർ എഫക്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവ് റെസൊണൻസ് എഫക്റ്റിനും നെഗറ്റീവ് റെസൊണൻസ് എഫക്റ്റിനും നമ്മൾ ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് അതെങ്ങനെയാണ് ആ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് പോസിറ്റീവ് റെസൊണൻസ് എഫക്റ്റിന്റെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ പോസിറ്റീവ് റെസൊണൻസ് എഫക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുക്കുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ക്ലോറോ ബെൻസീൻ ആണ്. എന്താണ്? ക്ലോറോ ബെൻസീൻ. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താണ്? പോസിറ്റീവ് റെസൊണൻസ് എഫക്ട് പ്ലസ് ആർ എഫക്റ്റിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ എടുക്കുന്നത് ക്ലോറോ ബെൻസീൻ എടുക്കുന്നു. അപ്പൊ നമുക്കറിയാം ക്ലോറിനിൽ എന്തുണ്ട്? 3 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് അറിയാം. 3 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്.
അപ്പൊ ഈ ക്ലോറിൻ എന്ത് ചെയ്യും? ഇവന്റെ ഒരു ലോൺ പെയറിനെ ഇങ്ങോട്ട് റിംഗിലേക്ക് ഡൊണേറ്റ് ചെയ്യും. അതെങ്ങനെയാണ് ഡൊണേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലോൺ പെയറിലെ ഒരു ഇലക്ട്രോണിനെ ഇവൻ എന്ത് ചെയ്യും? ഈ കാർബൺ ആറ്റത്തിന് കൊടുക്കും. ഇവിടുത്തെ ഇലക്ട്രോണിനെ ആർക്ക് കൊടുക്കും? ഈ കാർബൺ ആറ്റത്തിൽ എന്നിലിരിക്കുന്ന കാർബൺ ആറ്റത്തിന് കൊടുക്കും. അപ്പോൾ ഈ കാർബൺ ആറ്റത്തിന് ഓൾറെഡി 4 ബോണ്ടുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ കാർബണിന്റെ വാലൻസി 4 ആണെന്ന് നമുക്കറിയാം അല്ലെ. കാർബണിന്റെ വാലൻസി എത്രയാണ്? 4 ആണെന്ന് നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ 4 ഇലക്ട്രോൺ ബാലൻസ് ചെയ്തിട്ടുണ്ട്. ആ 4 ഇലക്ട്രോണിനെ ഉപയോഗിച്ച് കാർബണിന്റെ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. 1 2 3 ഈ ക്ലോറിനിലേക്കുള്ള ബോണ്ട് 4. ഓൾറെഡി 4 ബോണ്ട് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇലക്ട്രോൺ കൂടെ വന്നു കഴിഞ്ഞു. കാർബണിലേക്ക് 5ാമത് ഒരു ഇലക്ട്രോൺ വന്നു. അപ്പോൾ ആ കാർബൺ എന്ത് ചെയ്യും? ആ വന്ന ഇലക്ട്രോണിനെ അവന് ക്ലോറിനിൽ നിന്ന് കിട്ടിയ ഇലക്ട്രോണും പിന്നെ ക്ലോറിനിലേക്ക് ഒരു അൺപെയർഡ് ആയിട്ട് ഇലക്ട്രോൺ മിച്ചം വരില്ല. ആ ഇലക്ട്രോൺ കൂടെ തമ്മിൽ എന്തായിട്ട് മാറും? അവിടെ ഒരു ഡബിൾ ബോണ്ട് ആയിട്ട് മാറും. ഈ കാർബൺ ക്ലോറിൻ തമ്മിൽ എന്ത് ഫോം ചെയ്യും? ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ അങ്ങനെ ഡബിൾ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ നമ്മുടെ ഈ കാർബണിലേക്ക് മൊത്തം 5 ബോണ്ട് ആവും. അതെന്താണ്? ഒട്ടും സ്റ്റേബിൾ അല്ല. കാർബണിലേക്ക് 5 ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്തല്ല? ഒട്ടും സ്റ്റേബിൾ അല്ല. അപ്പോൾ ഈ കാർബൺ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഈ കാർബണും ഈ ഇപ്പുറത്തെ കാർബണും തമ്മിലുള്ള 2 ബോണ്ടുകളുണ്ട്. ഒരു സിഗ്മ ബോണ്ട് ഒരു പൈ ബോണ്ട്. അതിലെ പൈ ബോണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് ആ പൈ ബോണ്ട് ഫോം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന 2 ഇലക്ട്രോൺ ഒന്ന് ഇവന്റെയും ആ 2 ഇലക്ട്രോണിനെയും ഈ എൻഡിൽ ഇരിക്കുന്ന കാർബണിലേക്ക് ഡൊണേറ്റ് ചെയ്യും. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിൽ 2 കാര്യങ്ങളാണ് നടക്കുന്നത്. എന്തൊക്കെയാണ്? ഇവിടുന്ന് ക്ലോറിൻ ഈ ലോൺ പെയറിനെ ഉപയോഗിച്ച് ഇവിടെ ഒരു പൈ ബോണ്ട് അല്ലെങ്കിൽ ഒരു 2ാമതൊരു ബോണ്ട് കൂടെ ഫോം ചെയ്യും. അപ്പോൾ ഈ കാർബൺ എന്ത് ചെയ്യും? ഇവിടുത്തെ പൈ ബോണ്ടിനെ ബ്രേക്ക് ചെയ്ത് ആ ഇലക്ട്രോണിനെ തൊട്ടടുത്തുള്ള കാർബണിലേക്ക് കൊടുക്കും. അപ്പൊ നമുക്ക് അടുത്ത സ്ട്രക്ചറിലേക്ക് വരാം. അപ്പൊ അടുത്ത സ്ട്രക്ചർ എങ്ങനെ വരും വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തായിട്ട് മാറി? ഡബിൾ ബോണ്ട് ആയി. ക്ലോറിനിലേക്ക് ഡബിൾ ബോണ്ട് ആയി. ക്ലോറിന് ഒരു ഇലക്ട്രോണിനെ നഷ്ടം വന്നു. കാരണം ഇവന്റെ ഒരു ഇലക്ട്രോണിനെ കാർബൺ കൊടുത്തില്ലേ. അപ്പോൾ ക്ലോറിന് ഒരു പോസിറ്റീവ് ചാർജ് വന്നു. ഇവിടുത്തെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു. ഇവിടെ എന്തായിട്ട് വന്നു? ഒരു നെഗറ്റീവ് ചാർജ് ആയിട്ട് അത് രൂപപ്പെട്ടു. ഇനി അടുത്തത് ഇവിടുത്തെ ബോണ്ടിനും മാറ്റമൊന്നുമില്ല. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നടക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ കാർബണിൽ നിന്ന് കിട്ടിയ ഒരു എക്സസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഇവന്റെ ഈ ബോണ്ടിലെ ഇവന്റെ സ്വന്തം ഇലക്ട്രോണും ഉണ്ട്, അപ്പുറത്തെ കാർബണിൽ നിന്ന് കിട്ടിയ ഇലക്ട്രോണും ഉണ്ട്. അപ്പോൾ അപ്പുറത്തെ കാർബണിൽ നിന്ന് കിട്ടിയ ഇലക്ട്രോണിനെ ആർക്ക് കൊടുക്കും? ഈ കാർബൺ ഈ തൊട്ട് താഴത്തെ കാർബൺ കൊടുക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പേ ബോണ്ട് ചെയ്തിരുന്ന ഈ 2 ഇലക്ട്രോണിലെ ഒരു ഇലക്ട്രോണിനെ ഈ കാർബണിന്റെ അവിടേക്ക് വരും. അപ്പോൾ ഇവിടെ എന്ത് ഫോം ചെയ്യും? ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. ഇവിടെ ഒരു ബോണ്ടും കൂടെ ഫോം ചെയ്യും. എങ്ങനെയാ ബോണ്ട് ഫോം ചെയ്യുന്നത്? കാരണം ഈ കാർബണിൽ അവിടെ ഇലക്ട്രോൺ ഉണ്ട്, പ്ലസ് എന്താണ്? അപ്പുറത്തെ കാർബണിന്റെ ഒരു ഇലക്ട്രോൺ കൂടെ ഉണ്ടായിരുന്നു. അപ്പുറത്തെ കാർബണിന്റെ ഇലക്ട്രോണിനെ ഇങ്ങോട്ട് കൊടുത്തു. ഇവർ തമ്മിൽ നേരത്തെ എങ്ങനെയാണ് ബോണ്ട് ഫോം ചെയ്തിരുന്നത് അതേ രീതിയിൽ ഇവർ തമ്മിലാവും ബോണ്ട്. അപ്പോൾ ഇങ്ങനെ ബോണ്ട് ഫോം ചെയ്ത് കഴിയുമ്പോൾ ഈ കാർബണിന്റെ കേസ് നമ്മൾ എടുക്കുക. ഈ കാർബൺ ഓൾറെഡി ഇപ്പൊ നമ്മൾ ഈ ഫിഗർ നോക്കുമ്പോൾ 3 ബോണ്ടേ കാണാൻ പറ്റുന്നുള്ളൂ. കാരണം നമുക്ക് 4 ബോണ്ടെ ഫോം ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞത് അല്ലേ. ഇപ്പൊ 1 2 3 ഉള്ളൂ. ഈ കോർണറിൽ ഒരു ഹൈഡ്രജനും കൂടി ഇരിപ്പുണ്ട് ബോണ്ട് ചെയ്ത്. അത് നമ്മൾ ഈ ഫിഗർ വരയ്ക്കുമ്പോൾ കാണിക്കാത്ത. അപ്പോൾ ഓൾറെഡി അവിടെ എത്ര ബോണ്ട് ഉണ്ട്? ഈ കാർബണും ഓൾറെഡി 4 ബോണ്ട് ഫോം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ബോണ്ടും കൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് 5ാമത്തെ ബോണ്ട് ആവും. അത് സ്റ്റെബിലിറ്റിയെ നഷ്ടപ്പെടുത്തും. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടുത്തെ പൈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ആ ഇലക്ട്രോൺ ഈ കാർബണിലേക്ക് പോകും. നമ്മൾ മുമ്പേ ഇവിടെ കണ്ട അതേ പരിപാടി തന്നെ. അപ്പോൾ നമുക്ക് അടുത്ത ഫിഗറിലേക്ക് വരാം. അടുത്ത ഫിഗറിൽ വരുമ്പോൾ എങ്ങനെ വരും? മുകളിൽ മാറ്റമൊന്നുമില്ല. ഡബിൾ ബോണ്ട് സിഎല്ലിന് മുകളിൽ ഒരു പോസിറ്റീവ് ചാർജ്. ഇവിടെ എന്ത് സംഭവിച്ചു? ഈ നെഗറ്റീവ് ചാർജ് ഇവിടെ ഡബിൾ ബോണ്ട് ആയി രൂപപ്പെട്ടു. ഇവിടുത്തെ ബോണ്ടിന് മാറ്റമൊന്നുമില്ല. ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഈ കാർബണിലേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് രൂപപ്പെട്ടു. ഇനി അടുത്ത സ്റ്റെപ്പ് ഇവിടെ നടന്നുകൊണ്ട് തന്നെ അടുത്ത സ്റ്റെപ്പ് ഈ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും? തൊട്ടടുത്തുള്ള സിംഗിൾ ബോണ്ടിനെ ഡബിൾ ബോണ്ട് ആക്കി മാറ്റും. പഴയ പറഞ്ഞ അതേ രീതിക്ക് തന്നെ. അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് ആയാൽ ആർക്ക് പ്രശ്നം? ഈ കോർണറിൽ ഇരിക്കുന്ന കാർബൺ പ്രശ്നമായിട്ട് വരും. അപ്പൊ ആ കോർണറിൽ ഇരിക്കുന്ന കാർബൺ എന്ത് ചെയ്യും? അവനും തൊട്ടപ്പുറത്തെ കാർബൺ തമ്മിലുള്ള പൈ ബോണ്ടിനെ ബ്രേക്ക് ചെയ്ത് മൊത്തം ഇലക്ട്രോൺ നീ എടുത്തു എന്ന് പറഞ്ഞ് തൊട്ടപ്പുറത്തെ കാർബണിലേക്ക് ഡൊണേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഈ ബോണ്ട് ബ്രേക്ക് ആയി ആ 2 ഇലക്ട്രോൺ ഇവിടെ വന്നു എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോണിൽ ഒരു ഇലക്ട്രോൺ ഇവന്റെ തന്നെയായിരുന്നു, മറ്റേത് എന്താണ്? തൊട്ടപ്പുറത്തെ കാർബണിന്റെ ആയിരുന്നു. അപ്പോൾ അങ്ങോട്ട് വന്നു. അപ്പോൾ നമുക്ക് അടുത്ത സ്ട്രക്ചറിലേക്ക് വരും. അടുത്ത സ്ട്രക്ചർ എങ്ങനെ വരും? മുകളിൽ എന്ത് തന്നെ? ഡബിൾ ബോണ്ട് Cl പ്ലസ്. അവിടെ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്, അതിന് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അടുത്ത എന്ത് ചെയ്തു? ഈ നെഗറ്റീവ് ചാർജ് തൊട്ടടുത്ത സിംഗിൾ ബോണ്ടിനെ ഡബിൾ ബോണ്ട് ആക്കി മാറ്റി. ഇനി ഈ ഡബിൾ ബോണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് തൊട്ടപ്പുറത്തെ കാർബണിൽ എന്ത് രൂപപ്പെടും? ഒരു നെഗറ്റീവ് ചാർജ് രൂപപ്പെടും. അപ്പൊ ഇനി പഴയ പരിപാടി തന്നെ. ഈ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും? നെഗറ്റീവ് ചാർജ് എക്സസ് ഇലക്ട്രോൺ അവൻ എന്ത് ചെയ്യും? തൊട്ടടുത്തൊരു സിംഗിൾ ബോണ്ടിനെ ഡബിൾ ബോണ്ട് ആക്കി മാറ്റി. അപ്പോൾ ഇങ്ങനെ ഡബിൾ ബോണ്ട് ആക്കി മാറ്റി കഴിഞ്ഞാൽ ഈ കാർബൺ വീണ്ടും പ്രശ്നം വന്നു. ഓൾറെഡി ഇവിടെ 4 ബോണ്ട് ഉണ്ടായിരുന്നു. ഈ 2 ബോണ്ട് ചെയ്ത് 3 4 ബോണ്ട് ഉണ്ടായിരുന്നു.
ആ 4 ബോണ്ടിനോട് ഒരു ബോണ്ട് വരും, 5ാമത്തെ ബോണ്ട് അത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്ത് ആ ബോണ്ടിലുള്ള 2 ഇലക്ട്രോണിനെ ആരിലേക്ക് കൊടുക്കപ്പെടും? ക്ലോറിനിലേക്ക് കൊടുക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫൈനൽ സ്ട്രക്ചറിലേക്ക് വരും. ഫൈനൽ സ്ട്രക്ചർ എങ്ങനെ വന്നു നോക്കി. ഇവിടുത്തെ ബോണ്ട് അതേപടി തന്നെയുണ്ട്, ഇവിടുത്തെ ബോണ്ടും മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ എന്ത് ചെയ്യപ്പെട്ടു? ഇവിടെ ഒരു ബോണ്ട് രൂപപ്പെട്ടു, അവിടെ ഒരു ബോണ്ട് രൂപപ്പെട്ടു. പിന്നെ എന്താണ്? ഈ ബോണ്ടിലെ ഇലക്ട്രോൺ എങ്ങോട്ട് ചെന്നു? ക്ലോറിനിലേക്ക് ചെന്നു. അപ്പൊ ക്ലോറിനിലേക്ക് ഒരു എക്സസ് ഇലക്ട്രോൺ ചെന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന നെഗറ്റീവ് ചാർജ് ഇല്ലാതായി. അപ്പോൾ എന്താ? സിംഗിൾ ബോണ്ട്. അപ്പൊ നമുക്ക് ഫൈനൽ സ്ട്രക്ചർ കിട്ടി. അപ്പൊ നോക്കിയേ, ഫൈനൽ സ്ട്രക്ചറും ഇനിഷ്യൽ സ്ട്രക്ചറും ഏതാണ് സിമിലർ? അതിനകത്ത് ചാർജുകളൊന്നുമില്ല. ക്ലോറിനിലേക്ക് സിംഗിൾ ബോണ്ട് ആണ്, ക്ലോറിനും ബെൻസീനും തമ്മിൽ സിംഗിൾ ബോണ്ട് ആണ്. 3 ഡബിൾ ബോണ്ട് 3 സിംഗിൾ ബോണ്ട് ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ആകെയുള്ള വ്യത്യാസം എന്താ? ഇവിടെ വന്നിരിക്കുന്ന 3 ഡബിൾ ബോണ്ടിനേക്കാളും ഓൾട്ടർനേറ്റീവ് പൊസിഷൻസിലാണ് ഇവിടെ ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത്. ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വന്നു അല്ലെ? അപ്പൊ ഇനി നമുക്ക് ഇവിടുന്ന് വീണ്ടും റെസൊണൻസ് കാണിക്കാം. ഇവിടുന്ന് റെസൊണൻസ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് നേരെ തിരിച്ച് സ്ട്രക്ചർ ഏതിലേക്ക് വരും? 1ാമത്തെ സ്ട്രക്ചറിലേക്ക് വരും. ഇവിടുന്ന് നമ്മളിപ്പോ ഞാൻ ആദ്യം വരച്ച ഫിഗറിനകത്ത് 3 ബോണ്ട് ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻസ് ഇതും ആയതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് നേരെ തിരിച്ചുള്ള കിട്ടി. ഞാൻ ഫസ്റ്റ് വരയ്ക്കുന്നത് ഈ ഒരു സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അവസാനം കിട്ടുന്നത് ഏത് സ്ട്രക്ചർ ആയിരിക്കും? ഈ ഒരു സ്ട്രക്ചർ. അപ്പൊ ഇതാണ് നമ്മൾ പോസിറ്റീവ് റെസൊണൻസ് എഫക്റ്റിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ ഇത് ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പോസിറ്റീവ് റെസൊണൻസ് എഫക്റ്റ് ഏത് വന്നാലും ബെൻസീൻ റിംഗിലേക്ക് ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത പോസിറ്റീവ് റെസൊണൻസ് വരയ്ക്കാൻ പറഞ്ഞാൽ ഏത് വന്നാലും മണ്ടയിലുള്ള ഗ്രൂപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ക്ലോറിൻ മാറിക്കൊണ്ട് ഒരു OH വന്ന് വിചാരിക്കുക, OH ഗ്രൂപ്പ് പോസിറ്റീവ് റെസൊണൻസ് എഫക്റ്റ് കാണിക്കുന്ന ആളാ അല്ലെ. അപ്പൊ ആ OH വന്നാലും ഇതേ സെയിം ഇത് തന്നെയായിരിക്കും. മണ്ടയിൽ ക്ലോറിന്റെ പകരം OH എന്ന് എഴുതണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ക്ലിയർ? അല്ലെങ്കിൽ മുകളിൽ ഒരു നെഗറ്റീവ് ചാർജ് ഉള്ള ആൾ വന്ന് നമ്മൾ പറഞ്ഞു പോസിറ്റീവ് റെസൊണൻസ് എഫക്റ്റ് കാണിക്കുമ്പോൾ എന്താണ്? നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് കാണിക്കും? പോസിറ്റീവ് റെസൊണൻസ് എഫക്റ്റ് കാണിക്കും. കാരണം നെഗറ്റീവ് അവന്റെ എക്സസ് ഇലക്ട്രോൺ അവൻ ബെൻസീൻ റിംഗിലേക്ക് ഡൊണേറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞതാ അല്ലെ. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് ആൾ വന്നാലും പോസിറ്റീവ് പിന്നെന്താണ് വേറെ പ്ലസ് ആർ എഫക്റ്റ് കാണിക്കുന്ന ഏതെങ്കിലും ഗ്രൂപ്പുകൾ ഇലക്ട്രോൺ റിലീസിംഗ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ വന്നാലും സെയിം പാറ്റേണിലായിരിക്കും നമ്മുടെ റെസൊണൻസ് പോകുന്നത്, മുകളിലുള്ള ആള് മാത്രം. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് വേണം എഴുതാം. ബെൻസീൻ റിംഗിന്റെ മണ്ടയില് ജസ്റ്റ് A എന്ന് പറയുന്ന ഒരു സിമ്പിൾ കൊടുക്കുന്നു. അത് അവിടെ ഏത് ഗ്രൂപ്പും വന്നോട്ടെ പോകുന്നത് ഇതേ പാറ്റേൺ തന്നെയായിരിക്കും. മുകളിലുള്ള ആൾക്ക് മാത്രമേ എന്തുള്ളൂ? വ്യത്യാസം. ഇതാണ് എന്ത് പറയുന്നത് പോസിറ്റീവ് റെസൊണൻസ് എഫക്റ്റിന്റെ സ്ട്രക്ചറുകൾ. അപ്പൊ ഞാൻ ജസ്റ്റ് ഓടിച്ചിട്ട് ഒന്നുകൂടെ പറയാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതായിരുന്നു ഫസ്റ്റ് ഫിഗർ. ഇവിടുത്തെ ലോൺ പെയറിനെ നമ്മൾ എടുത്ത് തൊട്ടപ്പുറത്തെ ക്ലോറിൻ കാർബൺ ബോണ്ട് ഡബിൾ ബോണ്ട് ആക്കുന്നു. അപ്പോൾ ഈ കാർബണിലേക്ക് എത്ര ബോണ്ട് വരുന്നു? 5 ബോണ്ട് വരുന്നു. ഈ എൻഡിലെ കാർബണിലേക്ക് 5 ബോണ്ട് വരുന്നു. അപ്പൊ ആ കാർബൺ എന്ത് ചെയ്യും? തൊട്ട് അവനിലേക്കുള്ള ഒരു പൈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് തൊട്ടപ്പുറത്തെ കാർബണിലേക്ക് കൊടുക്കും. അപ്പോൾ ഇവിടുന്ന് ഇലക്ട്രോൺ പോയത് കൊണ്ട് ഇവിടെ പോസിറ്റീവ് വന്നു, ഇവിടെ ഡബിൾ ബോണ്ട് ആയി. പിന്നെ എന്താണ്? ഇവിടുത്തെ പൈ ബോണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് വന്നു. നെഗറ്റീവ് ചാർജിന്റെ സ്വഭാവം തൊട്ടടുത്തുള്ള സിംഗിൾ ബോണ്ടിനെ എന്താക്കി മാറ്റും? ഡബിൾ ബോണ്ട് ആക്കി മാറ്റും. ഈ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്തു? ഇങ്ങോട്ട് ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യിപ്പിച്ചു. അപ്പോൾ ഈ കാർബൺ 5 ബോണ്ട് ആവും. ഈ കാർബൺ എന്ത് ചെയ്യുന്നു? ആ ബോണ്ടിലെ ഇലക്ട്രോണിനെ ഒരു പൈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇലക്ട്രോണിനെ കാർബണിലേക്ക് കൊടുക്കുന്നു. നെഗറ്റീവ് ചാർജ് ഇവിടെ രൂപപ്പെട്ടു, ഇവിടെ ഡബിൾ ബോണ്ട് ആയിട്ട് മാറി. ഈ നെഗറ്റീവ് ചാർജ് തൊട്ടടുത്ത സിംഗിൾ ബോണ്ടിനെ ഡബിൾ ബോണ്ട് ആക്കുന്നു. ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യപ്പെടുന്നു. വീണ്ടും റൊട്ടേഷൻ എന്താണ്? നെഗറ്റീവ് ചാർജ് ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ ഈ കാർബണിലേക്കുള്ള ഡബിൾ ബോണ്ടിലേക്ക് പൈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ക്ലോറിനിലേക്ക് പോകും. അപ്പൊ ക്ലോറിനിലെ പോസിറ്റീവ് ചാർജ് ഇല്ലാണ്ടാകുന്നു. കാരണം ഒരു ഇലക്ട്രോൺ തിരിച്ചു കിട്ടി, അവിടെ പോയ ഇലക്ട്രോണിനെ തിരിച്ചു കിട്ടി. ഇവിടുത്തേക്കാളും ഓൾട്ടർനേറ്റീവ് പൊസിഷൻസ് റെസൊണൻസ്. ഇനിയിപ്പോ നമ്മള് റെസൊണൻസ് ഒക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ സ്ട്രക്ചർ വരയ്ക്കും എന്ന് പറഞ്ഞാലും അല്ലെ. അപ്പൊ നമ്മളിപ്പോ ബെൻസീന്റെ എക്സാമ്പിൾ കണ്ടായിരുന്നു. ബെൻസീൻ നമ്മൾ അതിന്റെ സ്ട്രക്ചർ ഒക്കെ വരച്ചായിരുന്നു അല്ലെ. ഇങ്ങനെയാണ് റെസൊണൻസ് കാണിച്ചു പോകുന്നത്. പക്ഷെ നമുക്ക് ഒരിക്കലും നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഏതെങ്കിലും ഒരു സ്ട്രക്ചറിൽ ബെൻസീൻ ഒക്കുപ്പൈ ചെയ്തതായിട്ട് കാണപ്പെടുന്നില്ല. കാരണം എന്താ? നമ്മൾ നോക്കിയപ്പോ 6 ബോണ്ട് ഒരേ കണക്കെ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു അല്ലെ. അങ്ങനെ കാണപ്പെടുന്നില്ല. അതേ പരിപാടി തന്നെയാണ് ഇവിടെയും. ഇവിടെയും നമ്മൾ എന്താണ്? ഈ ഒരു ക്ലോറോ ബെൻസീനെ നമ്മൾ എക്സ്പെരിമെന്റ് വഴി സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന സ്ട്രക്ചറുകളിൽ ഒന്നും ഇരിക്കുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യപ്പെടാം? അല്ലെങ്കിൽ കുറച്ചു നേരം ഈ സ്ട്രക്ചർ, അത് കഴിയുമ്പോൾ കുറച്ചു നേരം ഈ സ്ട്രക്ചർ, അത് കഴിയുമ്പോൾ കുറച്ചു നേരം ഈ സ്ട്രക്ചർ, ഇങ്ങനെയുള്ള സ്ട്രക്ചറുകളായിട്ട് ഇരിക്കുന്നതായിട്ടൊന്നും നമുക്ക് കാണപ്പെടുന്നില്ല. അപ്പൊ നമ്മള് എന്താണ് റെസൊണൻസ് എന്ന് കാണിക്കാൻ അതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ ഇങ്ങനെ ഒരു പാറ്റേണിൽ പോയിട്ടാണ് ഇവൻ ഈ ഒരു സ്ട്രക്ചറിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ഇവൻ തിരിച്ച് പാറ്റേണിൽ പോയിട്ടാണ് ഈ ഒരു ഇതിലേക്ക് വരുന്നത് എന്ന് അറിയിക്കാൻ വേണ്ടി എന്താണ് റെസൊണൻസ്, അല്ലെങ്കിൽ ആ റെസൊണൻസ് സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തേക്കുന്നത്. ആക്ച്വലി ഇതിന്റെ എല്ലാത്തിന്റെയും ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലായിരിക്കും, ഈ പറഞ്ഞിരിക്കുന്ന സ്ട്രക്ചറുകളുടെ എല്ലാത്തിന്റെയും ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലായിരിക്കും ആയിരിക്കുന്നത് ക്ലോറോ ബെൻസീൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഇരിക്കുന്നത്.
ഇനി നമുക്ക് പഠിക്കേണ്ടത് പ്ലസ് ആർ എഫക്റ്റിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. പ്ലസ് ആർ എഫക്റ്റിന്റെ ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ ബെൻസീനിലേക്ക് ഹാലജൻ ഒരു ക്ലോറിൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്ന കേസ് എടുത്തിരിക്കുന്നു. ബെൻസീനിലേക്ക് എന്താണ് ഒരു ക്ലോറിൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറോ ബെൻസീൻ എടുത്തു. അപ്പൊ ഇവിടെ നടക്കുന്നത് ക്ലോറിന്റെ നമുക്കറിയാം എന്നിട്ട് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് ഡൊണേറ്റ് ചെയ്ത് നമ്മൾ മുമ്പേ റെഫറൻസ് പഠിച്ചപ്പോൾ എക്സാമ്പിൾ നോക്കിയപ്പോൾ നമുക്ക് ഈ ലോൺ പെയറിനെ കൊടുത്ത് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ആകും. അപ്പോൾ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ആയി കഴിഞ്ഞാൽ ഈ കാർബൺ ആറ്റത്തിലേക്ക് 5 ബോണ്ട് ആകും. അപ്പോൾ എന്ത് ചെയ്യും, ഈ കാർബൺ ആറ്റം ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഈ പൈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഈ പൈ ബോണ്ടിലെ ഇലക്ട്രോൺസിനെ ആർക്ക് കൊടുക്കും, ഈ കാർബൺ ആറ്റത്തിലേക്ക് കൊടുക്കും. അപ്പൊ ഇതാണ് ഫസ്റ്റ് ട്രാൻസിഷൻ. ഈ ലോൺ പെയർ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യിക്കുന്നു. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഈ കാർബൺ ആറ്റത്തിലേക്ക് വരുന്നു. അപ്പോൾ സെക്കൻഡ് ഫിഗർ എങ്ങനെ വന്നു, സെക്കൻഡ് ഫിഗറിനകത്ത് ഈ 2 ബോണ്ട് അതേപടി തന്നെ സ്റ്റേ ചെയ്യുന്നു. ഇവിടെ എന്തായി, ഡബിൾ ബോണ്ട് ആയി. ഇവിടെ ക്ലോറിൻ ഇവിടുന്ന് ഇലക്ട്രോൺ ക്ലോറിനെ ഒരു ഇലക്ട്രോണിനെ ഇങ്ങോട്ട് കൊടുത്തെങ്കിൽ ആർക്ക് നഷ്ടം, ക്ലോറിന് നഷ്ടമുണ്ട് അല്ലെ. അപ്പൊ ക്ലോറിന്റെ നഷ്ടം ഒരു പോസിറ്റീവായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഈ ബോണ്ടിലെ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വന്നെങ്കിൽ ഇവിടെ സ്വാഭാവികമായിട്ട് എന്ത് വരും, ഒരു എക്സസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ്. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പിൽ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ നെഗറ്റീവ് ചാർജ് തൊട്ടടുത്ത സിംഗിൾ ബോണ്ടിനെ എന്താക്കി, ഡബിൾ ബോണ്ട് ആക്കി മാറ്റും. അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് വന്നാൽ പ്രശ്നം, ഈ കാർബൺ 5 ബോണ്ട് ആകും. അപ്പൊ ഈ കാർബൺ എന്ത് ചെയ്യും, ഈ കാർബൺ ഇവിടുത്തെ ഡബിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്ത് ഇവിടെ പൈ ബോണ്ടിനെ ഡബിൾ ബോണ്ടിലെ പൈ ബോണ്ടിനെ ബ്രേക്ക് ചെയ്ത് തൊട്ടപ്പുറത്തെ കാർബൺ ആറ്റത്തിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ അടുത്ത ഫിഗറിലേക്ക് നമ്മൾ വരുന്നു. അടുത്ത ഫിഗറിൽ എന്താണ്, ഇവിടെ ഡബിൾ ബോണ്ട് Cl, മുകളിൽ പോസിറ്റീവ് ചാർജ്. ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്തു, ഇവിടുത്തെ ബോണ്ട് ബ്രേക്ക് ആയി, ഇവിടെ നെഗറ്റീവ് ചാർജ് വന്നു, ഇവിടുത്തെ ബോണ്ട് അതേപോലെ സ്റ്റേ ചെയ്യും. സെയിം പരിപാടി തന്നെ ഈ ഫിഗറിൽ നടക്കും. ഈ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് ഡബിൾ ബോണ്ട് ആക്കും. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആയി, ഇവിടെ എന്ത് വരും, ഒരു നെഗറ്റീവ് ചാർജ് വരും. അപ്പൊ അടുത്ത ഫിഗറിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, മുകളിൽ അതേപോലെ തന്നെ ഡബിൾ ബോണ്ട് Cl പ്ലസ്, പിന്നെ ഇവിടുത്തെ ബോണ്ട് അതേപോലെ സ്റ്റേ ചെയ്യുന്നു. ഇവിടുന്ന് ഈ നെഗറ്റീവ് വന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബോണ്ട് എന്ത് ചെയ്യും, ഫോം ചെയ്യും. ഇവിടെ ഉണ്ടായിരുന്ന ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഈ കാർബണിൽ ചെല്ലും അല്ലെ. അപ്പോൾ ഇവിടെ എന്ത് വന്നു, ഒരു എക്സസ് ഇലക്ട്രോൺ, ഒരു നെഗറ്റീവ് ചാർജ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും, തൊട്ടടുത്ത സിംഗിൾ ബോണ്ടിനെ ഡബിൾ ബോണ്ട് ആക്കി. അപ്പോൾ ഈ കാർബൺ വീണ്ടും പ്രശ്നം വന്നു. ഈ കാർബൺ എന്ത് ചെയ്യും, ഈ ഡബിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്ത് അത് ആർട്ടയിലോട്ട് കൊടുക്കും. ആ ഡബിൾ ബോണ്ടിൽ ഉണ്ടായിരുന്ന ഇലക്ട്രോണിനെ ഒക്കെ ക്ലോറിന്റെയിലേക്ക് കൊടുക്കും. അപ്പൊ നമ്മുടെ ഫൈനൽ സ്ട്രക്ചറിലേക്ക് വരുന്നു. ഫൈനൽ സ്ട്രക്ചറിൽ വരുമ്പോൾ എങ്ങനെ വരും, ഇവിടുത്തെ ബോണ്ട് അതേപടി സ്റ്റേ ചെയ്യുന്നു, ഇവിടുത്തെ ബോണ്ട് അതേപടി സ്റ്റേ ചെയ്യുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു ബോണ്ട് ഫോം ചെയ്യുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു, ഡബിൾ ബോണ്ട്, ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആയി എന്തായിട്ട് മാറി, സിംഗിൾ ബോണ്ട് ആയിട്ട് മാറി. സിംഗിൾ ബോണ്ട് Cl വന്നു. ഈ പോസിറ്റീവ് ചാർജ് ആയിരുന്ന Cl-ലേക്ക് ഇലക്ട്രോൺ ചെന്നുകൊണ്ട് ആ പോസിറ്റീവ് ചാർജ് ഇല്ല. അപ്പോൾ ഫൈനൽ സ്ട്രക്ചറിൽ നമ്മൾ വന്നു. അപ്പൊ ഇത് നമ്മളുടെ വ്യത്യാസം എന്താ, ഇവിടുത്തെ 3 ഡബിൾ ബോണ്ടിനേക്കാളും ഓൾട്ടർനേറ്റ് പൊസിഷൻസിലാണ് ഇവിടെ ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇതായിരുന്നു നമ്മുടെ ഇനിഷ്യൽ സ്ട്രക്ചർ. ഇനിഷ്യൽ സ്ട്രക്ചറിന് എന്ത് ചെയ്തു, ഈ ലോൺ പെയറിനെ കൊടുത്ത് ഇത് ഡബിൾ ബോണ്ട് ആക്കി. അത് ഡബിൾ ബോണ്ട് ആക്കിയപ്പോൾ എന്ത് ചെയ്തു, ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആയി കാർബണിൽ ചെന്നു. അപ്പോൾ ഡബിൾ ബോണ്ട് വന്നു, ഇവിടെ Cl പ്ലസ് ആയി. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് വന്നപ്പോൾ ഇവിടെ നെഗറ്റീവ് ആയി. ഈ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സസ് ഇലക്ട്രോൺ അല്ലെ. ആ നെഗറ്റീവ് എന്ത് ചെയ്തു, ഈ ഇലക്ട്രോണിനെ കൊണ്ട് തൊട്ടടുത്ത സിംഗിൾ ബോണ്ടിനെ ഡബിൾ ബോണ്ട് ആക്കി. അപ്പോൾ ഈ ബോണ്ട് ബ്രേക്ക് ആയി, ഇവിടെ നെഗറ്റീവ് വന്നു. അപ്പൊ ഇതേ പ്രോസസ് ഇവിടെ നടക്കുന്നു, ഇവിടെ നടക്കുന്നു, ഇതിലേക്ക് പോകും. ഇനി ഈ സംഭവത്തിനെ നമ്മൾ വീണ്ടും റെസൊണൻസ് നടത്തി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ട്രക്ചറിലേക്ക് വരും. ഇങ്ങനെ സൈക്ലിക്ക് നേരെ നമുക്ക് റിവേഴ്സിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ വരും, ഈ സ്ട്രക്ചറിലേക്ക് വരാം. അപ്പൊ ഞാൻ ആദ്യം വരച്ച ഫിഗർ ഇതായതുകൊണ്ട് അവസാനം കിട്ടിയത് ഇത് കിട്ടി. ആദ്യം ഞാൻ വരയ്ക്കുമ്പോൾ ബോണ്ടിന്റെ പൊസിഷൻ, ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ഇതുകൊണ്ടൊക്കെ ആയിരുന്നെങ്കിൽ എനിക്ക് അവസാനം ഇത് കിട്ടിയേനെ. ക്ലിയർ. അപ്പൊ ഇതാണ് പ്ലസ് ആർ എഫക്ട്. ഇനി നമുക്ക് മൈനസ് ആർ എഫക്റ്റിന് ഒരു എക്സാമ്പിൾ നോക്കാം. മൈനസ് ആർ എഫക്ട് നമ്മൾ എക്സാമ്പിൾ പഠിച്ച് NO2 ഗ്രൂപ്പ് ഒക്കെ വന്നാൽ മൈനസ് ആർ എഫക്റ്റ് ആണ് നമ്മൾ എക്സാമ്പിളിൽ പഠിച്ചത്. ഞാൻ ബെൻസീനിലേക്ക് വരയ്ക്കുന്നു. ഇവിടെ എന്തിനു കൊടുത്തു, ഒരു NO2 ഗ്രൂപ്പിന്. NO2 ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഇലക്ട്രോണിനെ അങ്ങോട്ട് വലിക്കുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡബിൾ ബോണ്ടിലെ ഈ പൈ ബോണ്ടിലെ ഇലക്ട്രോൺസിനെ ആര് വലിച്ചെടുക്കും, NO2 വലിച്ചെടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈ ബോണ്ടിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്. അതിൽ ഒരു ഇലക്ട്രോൺ ഈ കാർബണിന്റെയും ഒരു ഇലക്ട്രോൺ ആരുടെയാ, ഈ കാർബണിന്റെയും.
ഈ കാർബണിന്റെ ഇലക്ട്രോണിനെ ആര് വലിച്ചു വാങ്ങും? ഈ നൈട്രജൻ വലിച്ചു വാങ്ങും. എന്ന് പറഞ്ഞാൽ ഈ ബോണ്ട് ഇങ്ങനെ കറങ്ങി ഇങ്ങോട്ട് വരും. ഈ നൈട്രജൻ വലിച്ചു വാങ്ങിയാൽ ഈ ഇലക്ട്രോൺ ഇവിടെ വരുന്നു. അപ്പോൾ ഈ ഇലക്ട്രോൺ ഈ കാർബൺ, അപ്പൊ ഈ കാർബണിന്റെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഈ നൈട്രജന്റെ എന്തുണ്ട്? ഒരു ഇലക്ട്രോൺ ഉണ്ട്. ആ 2 ഇലക്ട്രോൺസിനെ ഉപയോഗിച്ച് ഇവിടെ എന്താക്കി മാറ്റും? അവര് ഡബിൾ ബോണ്ട് ആക്കി മാറ്റും. അപ്പൊ അടുത്ത ഫിഗർ എങ്ങനെ വരും? മുകളിലേക്ക് എന്തായിട്ട് മാറുന്നു? ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഈ ബോണ്ട് കറങ്ങി ഇങ്ങോട്ട് വരുന്നു. പറഞ്ഞാൽ ഈ ഇലക്ട്രോൺ ഇവന്റെ വരുന്നു, ഇവര് തമ്മിലാകുന്നു ആ ഡബിൾ ബോണ്ട്. അപ്പൊ എന്തായി? ഇത് NO2. NO2ന്റെ അടുത്തേക്ക് ഒരു ഇലക്ട്രോൺ കൂടെ എക്സസ് വന്നുകൊണ്ട് NO2 മൈനസ്. അപ്പോൾ ഇവിടെ ബോണ്ട് ഒന്നും ഇല്ല അല്ലെ, ഇവിടുത്തെ ഡബിൾ ബോണ്ട് കാരണം ബ്രേക്ക് ആയി, ബോണ്ട് ഒരു സിംഗിൾ ബോണ്ട് ഉള്ളൂ മിച്ചം. അപ്പൊ ഈ കാർബൺ എന്ത് ചെയ്തു? ഈ ഇലക്ട്രോണിനെ നഷ്ടമായല്ലോ. അപ്പോൾ നഷ്ടമായതുകൊണ്ട് ഇവിടെ എന്ത് വന്നു? പോസിറ്റീവ് ചാർജ്. മിച്ചം ഈ ഡബിൾ ബോണ്ടും അതേപടി സ്റ്റേ ചെയ്യും. അപ്പൊ ഇനി അടുത്ത ട്രാൻസിഷൻ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? ഇവിടെ ഉണ്ട് 2 ഇലക്ട്രോൺസ് അല്ലെ, ഇവിടെ ഉണ്ട് 2 ഇലക്ട്രോൺസ്. ഈ ബോണ്ടിനെ ഇങ്ങോട്ട് മറിക്കും. എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോണിനെ, ഈ കാർബണിന്റെ ഈ ഇലക്ട്രോണിനെ ആരെടുക്കും? ഈ കാർബൺ എടുക്കും. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ഇലക്ട്രോണും ഈ ഇലക്ട്രോണും ഇങ്ങോട്ട് വരുമ്പോൾ ഇവർ തമ്മിലാകും എന്ത്? ഡബിൾ ബോണ്ട്. അപ്പൊ ഈ ബോണ്ട് എങ്ങോട്ട് മറിയുന്നു? ഇങ്ങോട്ട് മറിയുന്നു. അപ്പോൾ അടുത്ത ഫിഗറിലേക്ക് വരുന്നു. അടുത്ത ഫിഗറിലേക്ക് വരുമ്പോൾ എന്താണ്? ഇവിടെ ഡബിൾ ബോണ്ട് ആയിട്ട് മാറി, മുകളിൽ ഡബിൾ ബോണ്ട് NO2 മൈനസ് ഉണ്ടായിരുന്നു. പോസിറ്റീവ് ചാർജ് ഇവിടെ വരും, ഇവിടെ പോസിറ്റീവ് ചാർജ് വരും, പഴയ ബോണ്ട് തന്നെ സ്റ്റേ ചെയ്യും. അപ്പോൾ അടുത്ത ട്രാൻസിഷൻ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? ഈ ഡബിൾ ബോണ്ടിനെ ഇങ്ങോട്ട് മറിക്കുമായിരിക്കും. ഈ പോസിറ്റീവ് ചാർജ് വലിക്കുന്നത് കൊണ്ടാണ് ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് പോരുന്നത്. അപ്പോൾ അടുത്ത ഫിഗറിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ NO2 മൈനസ് മോളിൽ സ്റ്റേ ചെയ്യുന്നു. പിന്നെ എന്താണ്? ഇവിടുത്തെ ബോണ്ട് അതേപടി തന്നെ നിൽക്കും, ഇവിടുത്തെ ബോണ്ട് അതേപടി തന്നെ നിൽക്കും. ഇവിടുത്തെ ബോണ്ട് അതേപടി തന്നെ സ്റ്റേ ചെയ്യുന്നു. അടുത്ത എന്താണ്? ഈ ബോണ്ട് ഇങ്ങോട്ട് അല്ലെ, നമ്മളെന്താണ്? ഈ ബോണ്ട് ഇങ്ങോട്ട് മാറിയുന്നു. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ആയിട്ട് മാറി, ഈ കാർബൺ ആയിട്ട് തന്നെ എന്ത് വരുന്നു? പോസിറ്റീവ് ചാർജ് വരുന്നു. അപ്പൊ പോസിറ്റീവ് ചാർജുകൾ നിൽക്കുന്നത് സ്റ്റേബിൾ അല്ല അല്ലെ. ഈ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? പഴയപടി തന്നെ ഇതിനകത്തെ പൈ ബോണ്ടിലെ ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് വലിയും. എന്ന് പറഞ്ഞാൽ ഈ ഡബിൾ ബോണ്ട് എങ്ങനെ കറങ്ങും? ഇങ്ങോട്ട് കറങ്ങി വീഴും. അപ്പൊ എന്തായിരിക്കും? ഫൈനൽ ഫിഗറിലേക്ക് നമ്മൾ വരുന്നു. എന്ത് സംഭവിച്ചു? ഇവിടെ ബോണ്ട് ഉണ്ട്, ആ ബോണ്ട് ഇങ്ങോട്ട് വന്നു. ഇവിടെ എന്തായി? NO2 ആയി. കാരണം എന്താ? ഇവന്റെ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ പോയതുകൊണ്ട് ആ മൈനസ് അങ്ങ് പോയി. അപ്പോൾ ഈ ഫൈനൽ ഫിഗറിൽ വന്നു വ്യത്യാസം എന്താ? ബോണ്ടുകളൊന്ന് കറങ്ങി വന്നു അല്ലെ. അപ്പോൾ ഇവിടുത്തെ പ്രോസസ് നമുക്ക് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ NO2 ഗ്രൂപ്പ് മുകളിൽ നിൽക്കുന്നു. NO2 ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ വലിക്കുന്ന ഗ്രൂപ്പ്. അവൻ ഈ പൈ ബോണ്ടിലെ ഇലക്ട്രോൺസ് ഇവന്റെ അങ്ങോട്ട് വലിക്കുമ്പോൾ ഈ ബോണ്ട് ഇങ്ങനെ കറങ്ങി ഇങ്ങോട്ട് ഫോം ചെയ്യും. അപ്പോൾ ഫോം ചെയ്തപ്പോൾ NO2 ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ കിട്ടി, അവിടെ മൈനസ് വന്നു. ഈ കാർബൺ ഇലക്ട്രോണിന് നഷ്ടമായതുകൊണ്ട് പ്ലസ് വന്നു. പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? തൊട്ടടുത്ത പൈ ബോണ്ടിലെ ഇലക്ട്രോൺസിനെ വലിക്കും. അപ്പോൾ ആ ബോണ്ട് എങ്ങോട്ട് മറിയും? ഈ ഇവിടെ ഇരുന്ന ബോണ്ട് ഇങ്ങോട്ട് മറിയും. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് എവിടെ വരും? ഇവിടെ വരും. ഈ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? ഈ പൈ ബോണ്ടിനെ ഇങ്ങോട്ട് മറിക്കും. അപ്പൊ നമുക്ക് ഈ ഫിഗറിലേക്ക് വന്നു. പിന്നെ ഈ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? ഈ NO2ലേക്കുള്ള ഡബിൾ ബോണ്ടിനെ മറിച്ച് ഇങ്ങോട്ട് മറിക്കും. പിന്നെ ഫൈനൽ എന്താ? ഏതാണ്ട് ഇതിനുമായിട്ട് സിമിലർ ആയിട്ട് ബോണ്ടിന്റെ പൊസിഷൻ ഒന്ന് കറങ്ങി വെക്കും അല്ലെ. അപ്പൊ ഇതാണ് എന്ത് പറയുന്നത്? നെഗറ്റീവ് റെസൊണൻസ് എഫക്ട് എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് റെസൊണൻസ് എഫക്റ്റുകളാണ് നമ്മൾ പഠിച്ചത്. പോസിറ്റീവ് റെസൊണൻസ് എഫക്റ്റും നെഗറ്റീവ് റെസൊണൻസ് എഫക്റ്റും. അപ്പൊ ഒരു ഗ്രൂപ്പ് പോസിറ്റീവ് റെസൊണൻസ് എഫക്റ്റ് ആണോ നെഗറ്റീവ് റെസൊണൻസ് എഫക്റ്റ് ആണോ കാണിക്കുന്നത് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇത്രയുള്ളൂ. മുകളിൽ വരുന്ന ഗ്രൂപ്പിന്റെ ലോൺ പെയർ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവൻ എന്ത് കാണിക്കുമായിരിക്കും? പോസിറ്റീവ് റെസൊണൻസ് എഫക്റ്റ്. ലോൺ പെയർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങോട്ട് ക്ലൗഡിനെ കൊടുക്കാൻ പറ്റും. ഇനി ലോൺ പെയർ ഇല്ലാത്ത ആൾക്കാർ, ഇലക്ട്രോണിനോട് ഭയങ്കര ആർത്തിയുള്ള ആൾക്കാർ, ഇലക്ട്രോണിനെ നന്നായിട്ട് വലിക്കാൻ കഴിവുള്ള ഗ്രൂപ്പ് ആണെങ്കിൽ നെഗറ്റീവ് റെസൊണൻസ് എഫക്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ചാർജ്ഡ് ആയിട്ടുള്ള മുകളിൽ വരുന്ന ഗ്രൂപ്പ് ചാർജ്ഡ് ആണ്. ശ്രദ്ധിക്കുക, മുകളിൽ വരുന്ന ഗ്രൂപ്പ് എന്താണ്? ചാർജ്ഡ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. മുകളിൽ വരുന്ന ഗ്രൂപ്പ് പോസിറ്റീവ് ചാർജ്ഡ് ആണെങ്കിൽ കാണിക്കുന്നത് മൈനസ് ആർ എഫക്റ്റ് ആയിരിക്കും. കാരണം പോസിറ്റീവ് ഉള്ളവൻ എപ്പോഴും ഇലക്ട്രോണിനെ വലിക്കുക. അതുകൊണ്ട് എന്തായിരിക്കും കാണിക്കുന്നത്? മൈനസ് ആർ എഫക്റ്റ് ആയിരിക്കും. ഇനി മുകളിൽ വരുന്ന ഗ്രൂപ്പ് നെഗറ്റീവ് ചാർജ്ഡ് ആണ്. നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ എക്സസ് ഇലക്ട്രോൺ ഉള്ള ആളാണെങ്കിൽ എന്താ? അവന്റെ എക്സസ് ഇലക്ട്രോൺ ഉണ്ട്, കൊടുക്കാൻ പറ്റും. നമ്മുടെ റിംഗിലേക്ക് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ കാണിക്കുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് റെസൊണൻസ് എഫക്റ്റ് ആയിരിക്കും. ക്ലിയർ? അപ്പൊ പോസിറ്റീവ് ചാർജ് ആളാണെങ്കിൽ എന്ത് എഫക്റ്റ് ആയിരിക്കും? നെഗറ്റീവ് റെസൊണൻസ് എഫക്റ്റും. നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് മുകളിൽ വരുന്നതെങ്കിൽ എന്തായിരിക്കും? പോസിറ്റീവ് റെസൊണൻസ് എഫക്റ്റും ആയിരിക്കും. ക്ലിയർ? ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് തേർഡ് പോയിന്റിലേക്ക് വരുന്നു. തേർഡ് പോയിന്റ് ഹൈപ്പർ കോൺജുഗേഷൻ. ഓക്കെ. അപ്പൊ എന്താ ഹൈപ്പർ കോൺജുഗേഷൻ എന്ന സ്റ്റേറ്റ്മെന്റ് പറയാം. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് സിഗ്മ ബോണ്ട് ഇലക്ട്രോൺസ് ഓഫ് an alpha carbon hydrogen bond to undergo conjugation with adjacent pi electrons.
ഓക്കെ, അപ്പൊ പറഞ്ഞിരിക്കുന്നത് ഇത്രേ ഉള്ളൂ. സിഗ്മ ബോണ്ടിലെ ഇലക്ട്രോൺസ്, സിഗ്മ ബോണ്ടിലെ എവിടുത്തെ ആൽഫ കാർബൺ ഹൈഡ്രജനിലെ സിഗ്മ ബോണ്ടിലെ ഇലക്ട്രോൺസ് ആരുമായിട്ട് കോൺജുഗേഷനിൽ പോകുന്നു? പൈ ഇലക്ട്രോൺസുമായിട്ട് കോൺജുഗേഷൻ നടത്തുന്ന പരിപാടിയാണ് എന്ത്? ഹൈപ്പർ കോൺജുഗേഷൻ. അപ്പൊ ആദ്യം നമുക്ക് നോക്കാം എന്താണ് ആൽഫ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് അല്ലെങ്കിൽ ആൽഫ കാർബൺ ആറ്റം അല്ലെങ്കിൽ ആൽഫ ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത് എന്താണെന്ന്. അപ്പോൾ ഞാനൊരു സിമ്പിളി ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കുവാണ്. ഒരു CH3 CH2 CH2 OH. അപ്പൊ ഇതൊരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്. OH എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അപ്പോൾ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റത്തിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ആൽഫ കാർബൺ ആറ്റം എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? ആൽഫ കാർബൺ ആറ്റം എന്ന് വിളിക്കും. ഇനി ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റം ആൽഫ കാർബൺ ആറ്റവും ആ കാർബൺ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ ആറ്റത്തിനെ നമ്മൾ എന്ത് വിളിക്കും? ആൽഫ ഹൈഡ്രജൻ ആറ്റംസ് എന്ന് വിളിക്കും. ക്ലിയർ? അപ്പൊ ഇതെന്താണ് ആൽഫ കാർബൺ ആറ്റം, ഇത് ആൽഫ ഹൈഡ്രജൻ ആറ്റംസ്, രണ്ട് ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അതിന്റെ തൊട്ട് പുറകിലിരിക്കുന്ന കാർബൺ ആറ്റം അതാരാ? ബീറ്റ കാർബൺ ആറ്റവും ബീറ്റ ഹൈഡ്രജൻ ആറ്റംസും. അതിന്റെ തൊട്ട് പുറകിലിരിക്കുന്നത് ഗാമ. അപ്പൊ നമ്മൾ ജനറലി മൂന്ന് പേരാണ് പറയാറ്, ആൽഫ, ബീറ്റ, ഗാമ. അപ്പൊ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റവും അതിനകത്തുള്ള ഹൈഡ്രജൻ ആറ്റത്തിനെയാണ് ആൽഫയുടെ ആൾക്കാർ വിളിക്കുന്നത്. അതിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആണ് നമ്മൾ ബീറ്റ എന്നും അതിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ വിളിക്കും ഗാമ എന്നും വിളിക്കും. ക്ലിയർ? ഇനി നമുക്ക് ഹൈപ്പർ കോൺജുഗേഷന്റെ ഹൈപ്പർ കോൺജുഗേഷൻ എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞു വെച്ചു. ആൽഫ കാർബൺ ആറ്റം ആൽഫ ഹൈഡ്രജൻ ആറ്റം ഒക്കെ എന്താണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് എന്താണ് ഹൈപ്പർ കോൺജുഗേഷൻ മെക്കാനിസം, അത് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് നോക്കാം. ഞാനൊരു എക്സാമ്പിൾ എടുക്കുന്നു. CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3. ആ CH3 മൂന്ന് ഹൈഡ്രജൻ ആറ്റം സെപ്പറേറ്റ് കാണിക്കുന്നു. അപ്പോൾ ഈ മൂന്ന് ബോണ്ടുകൾ, ഈ മൂന്ന് കാർബൺ ഹൈഡ്രജൻ ബോണ്ടുകളാണ് ഇതിനകത്തെ ആൽഫ കാർബൺ ഹൈഡ്രജൻ ബോണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നടക്കുന്ന പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ആൽഫ കാർബൺ ഹൈഡ്രജൻ ബോണ്ടിലെ ആ ബോണ്ട് ഒരെണ്ണം ബ്രേക്ക് ആയി ആ ബോണ്ടിലെ രണ്ട് ഇലക്ട്രോൺസ് എങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യപ്പെടുന്നു? ഈ കാർബൺ ആറ്റത്തിലേക്ക് ഡൊണേറ്റ് ചെയ്യപ്പെടുന്നു. രണ്ട് ഇലക്ട്രോൺ എങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യപ്പെടുന്നു? ഈ കാർബൺ ആറ്റത്തിലേക്ക് വരുന്നു. അതേപോലെ തന്നെ ആ ടൈമിൽ നടക്കുന്ന പ്രോസസ് ആണ് ഈ ഡബിൾ ബോണ്ട്, ഈ കാർബൺ ഡബിൾ ബോണ്ടിലെ പൈ ബോണ്ട് ബ്രേക്ക് ആയി ആ ഇലക്ട്രോൺസ് മൊത്തം ഈ കാർബണിലേക്ക് വരും. ക്ലിയർ? അപ്പൊ രണ്ട് പ്രോസസ്, ഒന്ന് ഈ ബോണ്ട് ബ്രേക്ക്, ഈ സിഗ്മ ബോണ്ടിലെ ഇലക്ട്രോൺസ് ഈ കാർബണിലേക്ക് വന്നു. രണ്ടാമത് നടക്കുന്ന പ്രോസസ് ആണ് ഈ കാർബൺ ഈ ഡബിൾ ബോണ്ടിലെ പൈ ഇലക്ട്രോൺസ് എങ്ങോട്ട് വന്നു? ഈ കാർബണിലേക്ക് വന്നു. അപ്പോൾ അവിടെ നടക്കുന്ന അടുത്ത് നമുക്ക് കിട്ടുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇവിടുത്തെ ബോണ്ട് ബ്രേക്ക് ആയി CH2 സിംഗിൾ ബോണ്ട് CH, ഈ ഇലക്ട്രോൺസ് ഈ കാർബണിലേക്ക് വന്നുകൊണ്ട് ഈ കാർബണിൽ എന്ത് വന്നു? ഒരു നെഗറ്റീവ് ചാർജ് വന്നു. അതേപോലെ തന്നെ ഈ ഇലക്ട്രോൺസ് ഈ കാർബണിലേക്ക് വരികയും അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട ഇതാണ്, ഈ രണ്ട് ഇലക്ട്രോൺസ്, ഇവിടെ രണ്ട് ഇലക്ട്രോൺസ് ആണ് അല്ലെ, ഈ രണ്ട് ഇലക്ട്രോൺസിൽ ഒരെണ്ണം ഇവന്റെ ഇലക്ട്രോണും മറ്റവന്റെ ഇലക്ട്രോണും കൂടി ഇങ്ങോട്ട് വരുമ്പോഴാണ് മറ്റവന്റെ ഇലക്ട്രോൺ കൂടി ഇങ്ങോട്ട് വരുന്നത്. ആ വരുന്ന ഇലക്ട്രോൺ ആരിലേക്ക് ചെല്ലും? ഈ കാർബണിലേക്ക് ചെല്ലും. കാരണം ഈ കാർബണിലേക്ക് ഇവിടുത്തെ ബോണ്ട് ബ്രേക്ക് ആയി കഴിയുമ്പോൾ മൂന്ന് ബോണ്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഇലക്ട്രോൺ എങ്ങോട്ടാ ആക്ച്വലി വരുന്നത്? ഇങ്ങോട്ടാണ് വരുന്നത്. ഈ കാർബണിലേക്ക് വന്നു, ആ കാർബൺ ആർക്ക് കൊടുക്കും? ഈ കാർബണിന് വേണ്ടി കൊടുക്കും. ഈ കാർബണിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അവർ തമ്മിൽ എന്തായിട്ട് മാറും? ഡബിൾ ബോണ്ട് CH2 ആയിട്ട് മാറും. ഈ രണ്ട് ഹൈഡ്രജൻ ആറ്റം ഞാൻ CH2 ആയിട്ട് കാണിച്ചു. ക്ലിയർ? ഇവൻ ആരായിട്ട് ഇറങ്ങി പോകും? H+ ആയിട്ട് ഇറങ്ങി പോകും. ഈ ഹൈഡ്രജനിൽ നിന്ന് വന്ന ഇലക്ട്രോണിനെ ആർക്ക് കൊടുക്കുക? ഇങ്ങനെ കറങ്ങി ഈ കാർബണിൽ വരും. അപ്പൊ ഇവർ തമ്മിൽ ഡബിൾ ബോണ്ട് ആവും. ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആകും. നമ്മുടെ പുറത്ത് ആര് കാത്തു നിൽക്കൊണ്ട്? H+ കാത്തു നിൽക്കൊണ്ട്. ഈ H+ നോക്കി കഴിയുമ്പോൾ കാണാൻ പറ്റുന്ന സംഭവം എന്താ? ഈ H+ അവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ആയ H+, ഇവിടെ നെഗറ്റീവ് ചാർജ് ആയ കാർബൺ. ഈ H+ ആരിലേക്ക് ബോണ്ട് ചെയ്യും? ഇവനിലേക്ക് വന്ന് ബോണ്ട് ചെയ്യും. അപ്പൊ എന്താ? രണ്ട് സ്ട്രക്ചർ കിട്ടി. CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2 എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആദ്യം കണ്ട സ്ട്രക്ചർ CH2 സിംഗിൾ ബോണ്ട് CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3 എന്നുള്ളത് നേരെ തിരിഞ്ഞു. ഈ ബോണ്ട് എവിടെ വന്നു? ഡബിൾ ബോണ്ട് ഇപ്പുറേ വന്നു. ഈ ഡബിൾ ബോണ്ട് ഇപ്പുറത്തോട്ട് മറിഞ്ഞു. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് വിളിക്കുന്നത്. ഈ പരിപാടിയാണ് എന്ന് പറയുന്നത് ഹൈപ്പർ കോൺജുഗേഷൻ. അപ്പൊ ഈ ഇനിഷ്യൽ സ്ട്രക്ചറും ഈ ഫൈനൽ സ്ട്രക്ചറും സിമിലർ. ആ ബോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറി. ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ എന്ത് ചെയ്തു? മാറി വന്നു. ആ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ മാറി വന്നു. അപ്പൊ ഇതിനിടയ്ക്ക് ഒരു ഇന്റർമീഡിയറ്റ് കിട്ടി അല്ലെ? ഇതാണ് അതിന്റെ ഇന്റർമീഡിയറ്റ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർ കോൺജുഗേറ്റിംഗ് സ്ട്രക്ചർ. എന്താണ്? ഹൈപ്പർ കോൺജുഗേറ്റിംഗ് സ്ട്രക്ചർ. ഹൈപ്പർ കോൺജുഗേറ്റിംഗ് സ്ട്രക്ചർ. അപ്പൊ ഇതാണ് എന്ത് പറയുന്നത്? ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈപ്പർ കോൺജുഗേഷൻ നടക്കണമെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? അവിടെ ഒരു ആൽഫ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് കാണണം. എന്ത് കാണണം? ഒരു ആൽഫ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് കാണണം. ഇവിടെ ഇരിക്കുന്ന കാർബൺ ആറ്റത്തിന്റെ ഹൈഡ്രജൻ ആറ്റം ഒന്നും ഇല്ലാത്ത കേസാണെങ്കിൽ അത്
എന്ത് നടക്കത്തില്ല? ഹൈപ്പർ കോഞ്ചുഗേഷൻ നടക്കത്തില്ല. അപ്പൊ ഹൈപ്പർ കോഞ്ചുഗേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ആൽഫ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ? ഹൈപ്പർ കോഞ്ചുഗേഷൻ നടക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത് ഫൈനൽ പോയിന്റ്, ഫോർത്ത് വൺ, ഇലക്ട്രോമെറിക് എഫക്ട്. അപ്പൊ ഇലക്ട്രോമെറിക് എഫക്ട് എന്ന് പറഞ്ഞ ഡെഫിനിഷൻ നമുക്ക് ആദ്യം വായിക്കാം. When a reagent approaches a molecule, the multiple bonds such as carbon-carbon double bond or carbon-oxygen double bond is polarized by the complete transfer of pi electrons. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയേജന്റ്, കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ട് ഉള്ള ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനകത്തേക്ക് ഒരു റിയേജന്റ് വരുമ്പോൾ, ഒരു റിയേജന്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ ആ ഡബിൾ ബോണ്ട് എന്ത് സംഭവിക്കും? അവിടെ ഒരു പോളറൈസേഷൻ ഉണ്ടായി. അവിടുത്തെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പൈ ഇലക്ട്രോൺസ് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഫുൾ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് അവിടെ ഒരു പോളറൈസേഷൻ ഉണ്ടാകും. ഇതിനാണ് എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോമെറിക് എഫക്ട്. നമ്മൾ പറയാം, ഒരു റിയേജന്റ് വന്നു കഴിയുമ്പോൾ, ഒരു കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിലേക്ക് ഒരു റിയേജന്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അവിടുത്തെ പൈ ഇലക്ട്രോൺസ് ഏതെങ്കിലും ഒരു കാർബണിലേക്ക് ഫുൾ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് അവിടെ എന്തുണ്ടാകും? ഒരു പോളറൈസേഷൻ ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഒരു റിയേജന്റ് വന്നെങ്കിൽ മാത്രമേ എന്തുണ്ടാകുന്നുള്ളൂ? ഈ പോളറൈസേഷൻ ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ പഠിക്കുന്ന ഇലക്ട്രോമെറിക് എഫക്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു ടെമ്പററി ആയിട്ടുള്ള എഫക്റ്റ് ആണ്. ഒരു ടെമ്പററി എഫക്റ്റ് ആണ്, പെർമനന്റ് അല്ല. ഏതാണ് ടെമ്പററി? റിയേജന്റ് വന്നാൽ നടക്കും, വന്നില്ലെങ്കിൽ നടക്കത്തില്ല. അതാണ് ഈ ഇലക്ട്രോമെറിക് എഫക്ട് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇതിനു മുമ്പേ പഠിച്ചുകൊണ്ടിരുന്ന ഏതൊക്കെയാ? റെസൊണൻസ് എഫക്ട്, ഇൻഡക്റ്റീവ് എഫക്ട്, പിന്നെ എന്താണ്? ഹൈപ്പർ കോഞ്ചുഗേഷൻ. ഈ മൂന്നെണ്ണവും എന്താണ്? പെർമനന്റ് എഫക്റ്റുകളാണ്. അത് റിയേജന്റ് ആവശ്യമൊന്നുമില്ല. അതെന്താണ്? റെസൊണൻസ് കാണിക്കുന്ന ആൾക്കാർ റെസൊണൻസ് കാണിച്ചുകൊണ്ടേയിരിക്കും, ഹൈപ്പർ കോഞ്ചുഗേഷൻ കാണിക്കുന്ന ആൾക്കാർ ഹൈപ്പർ കോഞ്ചുഗേഷൻ കാണിച്ചുകൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ ഇൻഡക്റ്റീവ് എഫക്റ്റുള്ള മോളിക്യൂളിനകത്ത് എപ്പോഴും ചെറിയ പൊളാരിറ്റി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ക്ലിയർ? അപ്പൊ അതെല്ലാം എന്ത് എഫക്റ്റുകളാ? പെർമനന്റ് ആണ്. നമ്മുടെ ഇലക്ട്രോമെറിക് എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി. കാരണം എന്താണ്? ആര് വന്നെങ്കിൽ മാത്രം, ഒരു റിയേജന്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ മാത്രമേ ആ എഫക്ട് നടക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം അതെങ്ങനെയാ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഞാനൊരു കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിനെ എടുക്കുന്നു. ഇതിനകത്തേക്ക് ഞാനൊരു റിയേജന്റിനെ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു റിയേജന്റിനെ ഇവിടെ അപ്രോച്ച് ചെയ്യുന്നു. റിയേജന്റ് ആഡ്. ഇപ്പൊ റിയേജന്റിനെ ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, ഒരു റിയേജന്റ് വരുന്നു. റിയേജന്റ് വന്നു കഴിഞ്ഞാൽ ഈ പൈ ബോണ്ട് ഇലക്ട്രോൺസ് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിംപിളി അടുത്ത സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? ഇവിടെ നടുക്ക് എന്തായിട്ട് മാറും? സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും. ഈ ഇലക്ട്രോൺ എങ്ങോട്ട് ചെന്നു? ആ കാരണത്തിൽ എന്ത് വരും? നെഗറ്റീവ് ചാർജ് വരും. ഈ ഇലക്ട്രോൺ ഏത് കാരണം നഷ്ടമായ അവിടെ എന്ത് വരും? ഒരു പോസിറ്റീവ് ചാർജ് വരും. അതെപ്പോഴാണ്? റിയേജന്റ് ആഡ് ചെയ്യുമ്പോൾ മാത്രം. ഇനി ആഡ് ചെയ്ത റിയേജന്റിനെ ഞാൻ റിമൂവ് ചെയ്യാൻ പോവാ, നേരെ റിവേഴ്സ് എടുത്താൻ പോവാ. ആഡ് ചെയ്ത റിയേജന്റിനെ എന്താണ് റിമൂവ് ചെയ്യുന്നത്? എന്താണ്? റിയേജന്റ് ഈസ് റിമൂവ്ഡ്. റിമൂവ് ചെയ്യുന്നു. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇങ്ങനെ ഇരുന്നയാള് വീണ്ടും നമ്മുടെ എന്തിലേക്ക് വരും? പഴയ ഡബിൾ ബോണ്ട് പൊസിഷനിലേക്ക് തന്നെ വരും. കാരണം ഇത്രേ ഉള്ളൂ, റിയേജന്റിനെ റിമൂവ് ചെയ്യുമ്പോൾ പഴയ പ്രോസസ് തന്നെ. ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് വരുന്നു, അവിടെ എന്തായിട്ട് മാറുന്നു? ഡബിൾ ബോണ്ട് ആയിട്ട് വരും. ഇതാണ് എന്ന് പറയുന്നത് ഇലക്ട്രോമെറിക് എഫക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോമെറിക് എഫക്റ്റിൽ ഒരു റിയേജന്റ് വരുമ്പോൾ പൈ ഇലക്ട്രോൺസ് ഒരു സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, അവിടെ ഒരു പൊളാരിറ്റി ഉണ്ടാകും. അത് ടെമ്പററി എന്ന് പറയാനുള്ള കാരണം റിയേജന്റ് വന്നെങ്കിൽ മാത്രമേ നടക്കുന്നുള്ളൂ, വന്നില്ലെങ്കിൽ എന്താണ്? നടക്കുന്നില്ല. ബാക്കി നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്ന സാധനമല്ല എപ്പോഴും നടക്കുന്ന സംഭവം. അതുകൊണ്ട് അതെല്ലാം പെർമനന്റ് എഫക്റ്റുകൾ. നമ്മുടെ ഇലക്ട്രോമെറിക് എഫക്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു ടെമ്പററി ആയിട്ടുള്ള എഫക്റ്റുമാണ്. അപ്പൊ നമ്മൾ 4 പോയിന്റ്സ് ഡിസ്കസ് ചെയ്യുന്നതായിട്ടായിരുന്നു പറഞ്ഞത് അല്ലെ. ഏതൊക്കെ പോയിന്റ്സ് ആയിരുന്നു? ഇൻഡക്റ്റീവ് എഫക്ട്, റെസൊണൻസ് എഫക്ട്, ഹൈപ്പർ കോഞ്ചുഗേഷൻ, ഇലക്ട്രോമെറിക് എഫക്ട്. ഈ 4 പോയിന്റും വളരെ വ്യക്തമായിട്ട് അത് എന്താണ് സംഭവം, അതിന്റെ മെക്കാനിസം എങ്ങനെയാണ്, അതിന്റെ എക്സാമ്പിൾസ് വെച്ചിട്ട് നമ്മൾ അത് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതെല്ലാം ഈ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു അല്ലെ. അപ്പം ഇതത്ര സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ഞാൻ ഓൾറെഡി തുടക്കത്തിൽ തന്നെ പറഞ്ഞായിരുന്നു. +1 തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ +2 +1 നമ്മൾ ഇത് കേൾക്കും. പക്ഷെ ഇത് എന്താന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒരിക്കലും സ്കൂളുകളിലൊന്നും നോർമലി പഠിപ്പിക്കാറില്ല. ജസ്റ്റ് പറഞ്ഞു പോകുന്നു, ജസ്റ്റ് എന്താണ് സംഭവം എന്ന് പറഞ്ഞു പോകുന്നു അല്ലെ. അപ്പൊ കാരണം +2 ബേസ്ഡ് എക്സാമിന് അത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല. സാധനം ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എന്തെങ്കിലും കാണാൻ പഠിച്ച് തട്ടിക്കൂട്ടി പോകുന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇത് എന്താണ് എന്ന് വ്യക്തമായിട്ട് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോർഷൻ ആണ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എനിക്കൊന്നും ഞാൻ +1ലേക്ക് കയറി, എനിക്ക് +1ലേക്ക് ക്ലാസ് തുടങ്ങിയതുള്ളൂ. അപ്പൊ +1ലേക്ക് ക്ലാസ് തുടങ്ങിയതുള്ളൂ. അപ്പൊ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോർഷൻ ആണ്, എൻട്രൻസിന് വേണ്ട പോർഷൻ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ എൻട്രൻസിന് വേണ്ട സാധനമല്ലേ, അത് ആദ്യം പഠിച്ചേക്കാം എന്ന് ഓർത്ത് ചാടി കയറി ഇത് +1ലെ ഒരു സാധനം പഠിക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പകുതിയും പേർക്ക് ഇതിനെപ്പറ്റി യാതൊന്നും മനസ്സിലാകണമെന്നില്ല.
അപ്പൊ +1 നിങ്ങൾക്ക് ഓർഗാനിക്കിന്റെ ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ അല്ലെ, ആ ഓർഗാനിക് ചാപ്റ്റർ തുടങ്ങി ആ ചാപ്റ്റർ സ്കൂളിൽ എടുത്തു കഴിഞ്ഞു. അതെന്താണ് സ്കൂളിൽ എടുത്ത പോർഷൻസ് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ അതിനുശേഷം അപ്പൊ സ്കൂളിൽ എന്താണേലും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സംഭവം എടുത്തിട്ട് കാണുമല്ലോ. ഇതിനകത്ത് റെസൊണൻസ് നമ്മൾ സ്ട്രക്ചർ വരച്ചു പോയിരുന്നെങ്കിൽ +2 വരുന്ന സംഭവങ്ങളാണ്. അപ്പൊ ഇതൊന്നും എന്താണെന്നൊന്നും അല്ലെങ്കിൽ ബെൻസീന്റെ റെസൊണൻസ് കാണിക്കുന്നു, ബെൻസീന്റെ ബോണ്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരും, നടുക്കിങ്ങനെ വട്ടം വിട്ട് നിങ്ങൾക്ക് കാണിക്കും. അപ്പൊ അതൊന്നും അത്രയും കാണിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് എങ്ങനെയാണ് റെസൊണൻസ് പോകുന്നത് എന്നുള്ള ഒന്നും +1 പഠിപ്പിക്കുന്നത് കാണുന്നില്ല. അപ്പൊ നിങ്ങൾ അതെല്ലാം നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന സംഭവങ്ങളെല്ലാം മനസ്സിലാക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ബേസ്, ഓർഗാനിക്കിനകത്ത് മിനിമം ബേസ്, കാർബൺ 4 വാലൻസി ചെയ്യാനുള്ളത്. വാലൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ടെർഷ്യറി ആൽക്കൈൽ ഗ്രൂപ്പ്, സെക്കൻഡറി ആൽക്കൈൽ ഗ്രൂപ്പ്, പ്രൈമറി ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി മിനിമം ബേസ് നമ്മൾ ഒപ്പിക്കണം. ആ മിനിമം ബേസ് നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഈ 4 പോയിന്റ്സിനെ പറ്റി പഠിക്കാൻ. അങ്ങനെ ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ പോയിന്റ്സ് കറക്റ്റ് ആയിട്ട് എന്താണ് എന്ന് കിട്ടത്തുള്ളൂ. അപ്പൊ എല്ലാരും ഓർഗാനിക് ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. അതേപോലെ തന്നെ എന്താണ് ഈ ഒരു പോയിന്റ് എല്ലാരും ആരും വേണ്ടാന്ന് വെക്കണ്ട, മനസ്സിലാക്കി വെക്കുക. അപ്പൊ +2 വേണ്ടല്ലോ, പിന്നെ എന്തിനാ എനിക്കിതൊന്നും ചിന്തിക്കേണ്ട, നമുക്കിത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഒത്തിരി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതെല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ ഞാൻ MNC സ്റ്റഡീസിന്റെ ഒരു ഫാക്കൽറ്റി ആണെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ നിങ്ങൾ അറിഞ്ഞു കാണും, ഇപ്പൊ ന്യൂസ് ഒക്കെ വന്നു, ട്യൂഷൻ സെന്ററുകളൊക്കെ ലിമിറ്റഡ് സ്റ്റുഡൻസിനെ വെച്ച് ക്ലാസ് എടുക്കാൻ തുടങ്ങാൻ പറ്റുമെന്നൊക്കെ ഒരു ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം എല്ലാരും MNC സ്റ്റഡി സെന്റർ ഇപ്പം പനിക്കപ്പാലത്ത് ഒരു ഇതുണ്ട്, പിന്നെ അതിന്റെ ബ്രാഞ്ച് പാലായിലുണ്ട്, പിന്നെ കോട്ടയത്താണ് നമുക്ക് മുയകത്ത് ഒരു ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ ഈ ബ്രാഞ്ചിൽ അപ്പം ട്യൂഷൻ ആവശ്യമുള്ള ആൾക്കാർക്ക് കോണ്ടാക്ട് ചെയ്യാം. കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പരൊക്കെ തരാം. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഡിസ്റ്റൻസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പൊ എല്ലാവരും ക്ലാസ്സുകളൊക്കെ മുക്തമായി നോക്കുക, ആവശ്യമുള്ള ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.